ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് നല്ലൊരു ഡെസേർട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ഈജിപ്ഷ്യൻ ഡെസേർട്ടാണ് കാണിക്കുന്നത് ഉമ്മലി. ഇതിൻ്റെ വേറൊരു വേർഷൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ബ്രെഡൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് പഫ് പാസ്റ്റ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് പാല് വേണം. ഒരു 1.25 കപ്പ് നല്ല തിക്കായിട്ടുള്ള പാല്, വെള്ളമൊന്നും ചേർക്കാത്ത 1.25 കപ്പ് പാല് സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് 200 ml ഒരു ഇതുപോലത്തെ ഒരു പാക്കറ്റ് കംപ്ലീറ്റ് ഫ്രഷ് ക്രീം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കട്ട ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ, അടി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ, ചെറിയ തീയിലിട്ടിട്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്ന് ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി വേണ്ടത് പഫ് പാസ്ട്രിയാണ് കേട്ടോ. അത് ഞാനിവിടെ ഒരു 4 എണ്ണമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നമുക്ക് 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓരോ ഓവൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ച് ഡിഫറൻസ് വരും. അത് ക്രിസ്പി ആവുന്ന വരെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിന് പകരമാണ് ഞാൻ മുന്നേ ബ്രെഡ് വെച്ചിട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് വന്നിട്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ എടുക്കാം. അതുപോലെ തന്നെ റൈസിൻസും വേണം. അപ്പോൾ ആദ്യം ഞാനിവിടെ ബദാം, കാഷ്യൂസ്, അതുപോലെ തന്നെ പിസ്ത, അത് 3ഉം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് റൈസിൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് ടോ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലുണ്ട് എന്ന് ചിലരൊക്കെ കമൻറ്റ് പറയുന്നുണ്ട്. അറിയാതെ വന്നു പോകുന്നതാണ്. അപ്പോൾ പഫ് പാസ്ട്രി ഉണ്ടല്ലോ, അത് 2 എണ്ണം ആദ്യം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കൈ വെച്ചിട്ട് പിച്ചിയിട്ട് ഇതുപോലെ ഈ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കാഷ്യൂസ്, അതുപോലെ തന്നെ ബദാം, അതുപോലെ പിസ്ത, പിന്നെ റൈസിൻസ്, അതെല്ലാം ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് തേങ്ങ ചിരവിയതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ സെക്കൻഡ് ലെയറും ചെയ്ത് ആകെ 4 പഫ് പാസ്ട്രിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം 2 എണ്ണം ഇതുപോലെ പിച്ചിട്ട് കൊടുത്തു. പിന്നെ ഇതിൻ്റെ മുകളിൽ വീണ്ടും 2 എണ്ണം ഇതുപോലെ ഒന്ന് പിച്ചിട്ടിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലും സെയിം ആദ്യം ചെയ്ത അതേപോലെ തന്നെ നട്ട്സും റൈസിൻസും ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തേങ്ങയും ഇട്ട് കൊടുക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. അങ്ങനെ 2 സ്റ്റെപ്പായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ലെയർ മതിയെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ഒരു മിൽക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു മിക്സിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചൂടാറിയതിന് ശേഷം. എന്നിട്ട് ഇതിലേക്ക് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് ആ ഒരു സംഭവമൊക്കെ സോക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ക്രീമി രീതിയിലാണ് നമ്മുടെ ഈ ഒരു ഡെസേർട്ട് കിട്ടേണ്ടത്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പണികളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് സിന്നമൺ പൗഡർ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ബേക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്. എന്നിട്ട് പ്രീ ഹീറ്റാക്കി എടുത്തിട്ടുള്ള എയർ ഫ്രയറിൽ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഞാൻ 15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിന് മുന്നേ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ബേക്കായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു ഉമ്മുഅലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടാണ്. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് മുകളിൽ കുറച്ചുകൂടെ നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ചൂടോടുകൂടെയും സെർവ് ചെയ്യാം. അതല്ല തണുപ്പിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ തണുപ്പിച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ ഒരു പഫ് പാസ്ട്രി നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്